ഒരു ഏക്കറില് 35 കിലോ നെൽവിത്ത് യൂസ് ചെയ്തിട്ട് ഒരു 2000 കിലോ നെല്ല് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് വേറെ ഇല്ല കേട്ടോ. ചില കൃഷി രീതിക്ക് അനുസരിച്ച് വിളവിൽ മാറ്റം വരാം. ഒരു ഏക്കറുടെ കണക്കാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. അതായത് ഒരു ഏക്കറിൽ നമുക്ക് കൃഷി ചെയ്യാൻ നമ്മൾ 35 കിലോ നെല്ലാണ് ഒരു ഏക്കർക്ക് നമ്മൾ വിത്ത് വിതക്കാറ്. ഈ വിത്ത് വിതച്ച് നമ്മൾ പറിച്ച് നടുമ്പോൾ അത് 2000 കിലോ നെല്ല് 2500 കിലോ നെല്ലാവും. നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ അത് ഒരു 1500 1000 കിലോനൊക്കെ ആയിട്ട് കുറയാൻ. കൃഷിയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂട്ടോ. ഒരു 3000-3500 കിലോന്റെ മേലെ നമുക്ക് നെല്ല് കിട്ടേണ്ടതാണ്. 3 തരത്തിലുള്ള കൃഷിയാണ് വരുന്നത്. വിരിപ്പ് കൃഷി, മുണ്ടകം കൃഷി, പുഞ്ചകൃഷി. വിരിപ്പ് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴ പെയ്യുന്നാട്ടി മുന്നേ നമ്മൾ പൂട്ടി വിത്ത് വിതയ്ക്കുന്നതിനാണ് വിരിപ്പ് കൃഷി എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസങ്ങളിലാണ് മുണ്ടകം കൃഷി ആരംഭിക്കും. അതുപോലെ പുഞ്ചകൃഷി ആരംഭിക്കുക ഡിസംബർ മാസം. വിരിപ്പ് കൃഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് പ്രത്യേകിച്ച് വെള്ളമോ ഒന്നും നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മഴക്കനുസരിച്ച് ഇത് വെള്ളം വരുന്നതിനനുസരിച്ച് ഇത് മേലേക്ക് പൊന്തി വരും. നേരെ മറിച്ച് മുണ്ടകം കൃഷിക്കാണെങ്കിൽ നമ്മൾ ഞാറിടണം, ഞാറ് പറിച്ച് നടണം, അതിന് വളവും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ പുഞ്ചകൃഷിക്കാണെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം അടിച്ചു വെറ്റിച്ചിട്ട് വേണം അവിടെ പൂട്ടാനായിട്ട്. അപ്പൊ ഈ 3 കൃഷി രീതിയിലും ഏറ്റവും നന്നായി വിളവ് കിട്ടുന്നത് പുഞ്ചകൃഷിയിലാണ്. അതിനനുസരിച്ച് റിസ്ക്കും കൂടുതലാണ് കേട്ടോ പുഞ്ചകൃഷി.